നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. വൻ ജനാവലിയെ സാക്ഷി നിർത്തി തൊണ്ടപൊട്ടുന്ന മുദ്രാവാക്യങ്ങൾ ബാക്കിയാക്കി അച്യുതാനന്ദൻ ഓർമ്മയായി. പുന്നപ്രയിലെ രക്തസാക്ഷികളുടെ മണ്ണായ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇനി അന്ത്യവിശ്രമം. ഒടുവിൽ പൊതുദർശനം നടന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VSന് ഔദ്യോഗിക ബഹുമതികളുടെ യാത്രയയപ്പ് നൽകി. വലിയ ചുടുകാട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ TV തോമസിന്റെയും PT പുന്നൂസിന്റെയും അന്ത്യവിശ്രമ ഭൂമിക്ക് നടുവിലാണ് VSനും അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയത്. പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ച ശേഷം VSന്റെ മകൻ അരുൺകുമാർ ചിതയ്ക്ക് കൊളുത്തി. 8:15 VSന്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോയി. 9 മണിയോടെയാണ് VSന്റെ ഭൗതികദേഹം വലിയ ചുടുകാട്ടിലേക്ക് എത്തിച്ചത്. പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വലിയ ചുടുകാട്ടിൽ പുറത്തും വലിയ ജനക്കൂട്ടം അണിനിരന്നിരുന്നു. VSന്റെ ഭൗതികദേഹം എത്തിച്ചതോടെ ജനങ്ങൾ ആർത്തിരമ്പി കടലായി മാറി. ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം 9:10 VSന്റെ ഭൗതികദേഹം സംസ്കരിച്ചു. ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ ബലിയിടൽ ചടങ്ങുകൾ നടന്നു. എള്ള്, ഉണക്കലരി, വെള്ളം, ദർഭപ്പുല്ല്, പുഷ്പങ്ങൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ. നദിക്കരയിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തിവരാറുള്ളത്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ബലിയിടൽ കർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 6 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം 8 മണിയോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് പൂജാരി TR ബിനീഷ് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വെങ്കിടങ്ങ് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് തിരുനാനായ ഗോകുൽ നാരായണനേളയത് കാർമ്മികത്വം വഹിച്ചു. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യപൂജ, കൂട്ടുഗണപതി ഹോമം എന്നീ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് 3 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പേരെത്തി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പിതൃമോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ നടന്നത്. ബലിയിട്ടതിനു ശേഷം പിതൃത്വത്തിനു വേണ്ടി നടത്തുന്ന സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രഭരണ സമിതി, മാതൃസമിതി, താലക്കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ കലശമലച്ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് മോഹനൻ നായരുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലികർമ്മങ്ങളിൽ 2000-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിലഹവനം, സായുജ്യപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ശശി വാസുദേവൻ, ബാലകൃഷ്ണൻ, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശാന്തി ജയേഷ് കോട്ടപ്പടി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. രാമായണ പാരായണ സമാപന ദിവസമായ ജൂലൈ 27-ന് തണ്ടങ്കാട്ടിൽ രുദ്രമാല ഭഗവതേ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഴനി ചെറുവത്താനി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് പിതൃതർപ്പണം ചെയ്യാൻ ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണം തുടങ്ങി 2 സ്ഥലത്ത് പിതൃതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമേയാനന്ദ സ്വാമി, ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ തിലഹവനം, സായുജ്യ പൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു. തർപ്പണശേഷം പ്രഭാതഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു. പുലർച്ചെ 5:30-ന് ഗണപതി ഹോമം നടന്നു. കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്മന്തിട്ട പ്രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് സുധി ശാന്തി കാർമ്മികനായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KG സുധാകരൻ, ശശി പ്ലാച്ചേരി, KN മനു, പുതൂർ ബാലകൃഷ്ണൻ, OA തങ്ക, ലളിത ഉണ്ണികൃഷ്ണൻ, മണി,
കുഞ്ഞുമണിയൻ എന്നിവർ നേതൃത്വം നൽകി 1000-ലധികം ഭക്തർ പിതൃതർപ്പണം നടത്തി. കീരാലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തി. ഹരിതിരുമേനി തിരൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 5:30 ചടങ്ങുകൾക്ക് തുടക്കമായി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് മൾട്ടിമീഡിയ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെ അസോസിയേഷൻ ഉദ്ഘാടനവും നാഷണൽ വർക്ക്ഷോപ്പും നടത്തി. ബുധനാഴ്ച രാവിലെ 10:30 കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഡെക്കാൻ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മൈസൂരിലെ ഫോട്ടോഗ്രാഫറും വിഷ്വൽ ആർട്ടിസ്റ്റുമായ KR കൃഷ്ണരാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലവ്ലി ജേക്കബ് അധ്യക്ഷയായിരുന്നു. സിസ്റ്റർ ജിൻസ കെ ജോയ്, അൽജോ ജോസ് എന്നിവർ സംസാരിച്ചു. ജിത്തു ജോർജ്, VJ നിധിഷ, PS സുധീഷ, KP ഭാഗ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MA ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി ഗ്ലിൻസി സക്കറിയ. പഴഞ്ഞി പുലിക്കോട്ടിൽ PV സ്കറിയാച്ചൻ ശോഭ ദമ്പതികളുടെ മകളാണ്. കോതമംഗലം എൽദോമാർ ബസേലിയോസ് കോളേജിലാണ് പഠനം പൂർത്തിയാക്കിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വേർപാടിൽ പുത്തൻ കടപ്പുറം GF UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മൗന പ്രാർത്ഥന നടത്തി. സലീം മാസ്റ്റർ, SK പ്രിയ, MU അജിത, വിദ്യാർത്ഥി പ്രതിനിധി റിസ നസ്റിൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.